കോഴിക്കോട് കോംട്രസ് നെയ്ത്ത് ഫാക്ടറിയുടെ സമീപത്ത് അനധികൃതമായി പാർക്കിംഗ് ആരംഭിച്ച സംഭവത്തിൽ വാദപ്രതിവാദങ്ങൾ ഉയരുന്നു. ഇത് തങ്ങൾ വാങ്ങിയ സ്ഥലമാണെന്നാണ് വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ആരോപിക്കുന്നത്. എന്നാൽ ഇവിടെ പാർക്കിംഗ് നടത്താൻ അനുവദിക്കരുതെന്നാണ് കോംട്രസ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മയുടെ വാദം. സർക്കാർ ഏറ്റെടുത്ത കോംട്രസ്റ്റ് ഭൂമിയിൽ അനധികൃതമായി പാർക്കിംഗ് ആരംഭിച്ചതിനെ വിമർശിച്ച് കോൺഗ്രസും ബി.ജെ.പിയും അടക്കമുള്ള പ്രമുഖ പാർട്ടികൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നിലവിലെ സ്ഥലയുടമയെന്ന് അവകാശപ്പെടുന്ന വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് വിശദീകരണവുമായി എത്തുന്നത്. കോംട്രസ്റ്റിന്റേതല്ലാത്ത 45 സെന്റിൽ നിന്നാണ് 2014 ഹൈക്കോടതിയുടെ അനുമതിയോടെ തങ്ങൾ ഈ സ്ഥലം വാങ്ങിയതെന്നും ഇത് കോംട്രസ്റ്റ് ഏറ്റെടുക്കൽ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും വ്യാപാരി ട്രേഡ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ഭാരവാഹികൾ പറയുന്നു. ഈ സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയതോടെയാണ് കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതുവരെ ഇവിടെ വാഹനത്തിന് പാർക്കിംഗ് ഉപയോഗപ്പെടുത്താമെന്ന തീരുമാനത്തിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ അനുമതി വാങ്ങി തുടർ നടപടികൾ ആരംഭിച്ചതെന്ന് അവർ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നടന്നൊരു വിൽപ്പനയും അതിനുശേഷം അവർ വിറ്റതും അവരുടെ പെർമിഷനോടുകൂടെ ഇങ്ങനെയുള്ളൊരു സാധനമാണ് കയ്യേറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കാം. കാരണം അവിടെ കുറേ സ്ഥലം അൺയൂസ്ഡ് ലാൻഡ് വേറെയുണ്ട്. അപ്പൊ ഇത് ഏതാണ് എന്നുള്ള വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയിലുള്ള കേസുകളിൽ ഉത്തരവ് വരുന്നതുവരെ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാർക്കിംഗും നടത്താൻ അനുവദിക്കരുതെന്നാണ് കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി തൊഴിലാളി കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. 2009 ട്രിബ്യൂണലിൽ തർക്കം നിൽക്കുന്ന സമയത്താണ് ഇവർ ഭൂമി 12 വാങ്ങിയത്. അപ്പോൾ നിയമസഭ പാസ്സാക്കി ഗസറ്റിൽ വന്നിട്ടും രാഷ്ട്രപതി അംഗീകാരം കൊടുത്തിട്ടും സർക്കാർ ഈ നിലപാടെടുക്കുക. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുക. ഈ പണം വാങ്ങിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ആ ബില്ലിൽ തന്നെ വേസ്റ്റ് ഉണ്ട്. അവർക്ക് ആ പണം സർക്കാർ കൊടുക്കണം പുതിയ നിയമപ്രകാരം. ഇത് മൊത്തം സർക്കാരിൻ്റെ കയ്യിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആ പേ പാർക്കിംഗ് അവിടെ അനുവദിക്കാൻ പാടില്ല. ഹൈക്കോടതിയെയും നിയമത്തെയും അധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്ഥലത്ത് പാർക്കിങ്ങും വൈദ്യുതി കണക്ഷനും കെട്ടിട നിർമ്മാണവും നേടിയെടുത്തതെന്നും അവർ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.